എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വാഴച്ചുണ്ട് തോരനാണ്. ചിലർ വാഴച്ചുണ്ടെന്ന് പറയും, ചിലർ കുടപ്പൻ എന്ന് പറയും. ഇത് തോരൻ വയ്ക്കുന്നതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തോരന് ഇതാണ്. ഇതിൻ്റെ മോൾഭാഗമൊന്നും നമുക്ക് വേണ്ട, കുറച്ച് കളയണം. ഇത് ഏത്തവാഴയുടെ ചുണ്ടാണിത്. ഏത്തവാഴയുടെ എടുക്കും, പാളയംകുടൻ്റെ എടുക്കും. ഇത്രയും പൊളിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ ഭാഗം സോഫ്റ്റ് ആവുന്നിടം വരെ വയ്ക്കണം. ഇപ്പോൾ ഇത് സോഫ്റ്റായി. ഇതൊക്കെ ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കളറിനും വ്യത്യാസം വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കിത് അരിയുന്നത് ഇങ്ങനെ കൊത്തിയിട്ട് എങ്ങനെ അരിയണം. ഇത് നമ്മൾ കൊത്തി അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ കഴുകില്ല. ഇതിൻ്റെ കറ പോകാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് ഇതുപോലെ തിരുമ്മി നമ്മൾ അടച്ച് വെക്കണം 15 മിനിറ്റ്. അതിൻ്റെ കറയെല്ലാം കഴുകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പൊത്തി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ഇത് 3ഉം കൂടി ഒതുക്കുക. ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നമ്മൾ തിരുമ്മി വച്ചിരുന്നു. ഇതൊരു അരമണിക്കൂറോളമായി. ഞാനിതിനി പിഴിഞ്ഞ് എടുക്കുവാണ്. പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ കറയെല്ലാം പോയിട്ടുണ്ട്. ഇത് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തതല്ല, ഇതിൻ്റെ കറയൊക്കെയാണിത്. ഇനി നമുക്ക് ഇത് കടുക് വറുത്തിടാം. കടുക് പൊട്ടി. ഇനി നമുക്ക് കുറച്ച് അരി ഇടാം. ഇങ്ങനെയൊക്കെ തോരൻ വയ്ക്കുമ്പോൾ അരി ഇടുന്നത് നല്ലതാണ്. അരി നല്ലതാണ്, ഉഴുന്നും നല്ലതാണ്. ഞാൻ അരിയാണ് ഇടുന്നത്. അരിയെല്ലാം പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി ഇടാം. കറിവേപ്പില, വറ്റൽമുളക്. ഉള്ളി മൂത്തു. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം തേങ്ങ ഒതുക്കി വച്ചിരിക്കുന്നത് ഞാൻ ഇടാൻ പോവുകയാണ്. ഇത് ഞാൻ ഉപ്പ് കൂട്ടി തിരുമിയത് കൊണ്ട് ലേശം ഉപ്പ് ഇതിനകത്ത് കാണും. അതുകൊണ്ട് അത് നോക്കി വേണം ഉപ്പിടാൻ. കുറച്ച് ഉപ്പ് ആദ്യം നമുക്ക് ഈ അരപ്പിനകത്ത് ഇട്ടു. ഇനി നമുക്ക് ഇത് അതിനകത്തേക്ക് ഇടാം. ഈ വാഴച്ചുണ്ട് അരിഞ്ഞത് നമുക്ക് ഈ അരപ്പിനകത്ത് ഇടാം. ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കി പൊത്തി വയ്ക്കണം. വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ഓക്കെ, ബൈ.